മലയാളികൾ ഒരിക്കലും മറക്കാത്ത ചിരിയുടെ മുഖം. കൽപ്പന വിടവാങ്ങിയിട്ട് ഒരു പതിറ്റാണ്ട് പൂർത്തിയാകുന്നു. ഓർത്തോർത്ത് ചിരിക്കാനും ഒരുപിടി വേഷങ്ങൾ ബാക്കി വെച്ചായിരുന്നു ആ അപ്രതീക്ഷിത മടക്കം. ഒരു വലിയ പൊട്ടിച്ചിരിയായിരുന്നു കൽപ്പന. ആരടാ എന്ന ചോദ്യത്തിന് ഞാനടാ എന്ന എക്കാലത്തും ആരോടും മറുപടി പറയാൻ മടിക്കാത്ത പ്രകൃതം. ജീവിതത്തിലും സിനിമയിലും തൻ്റെ ബോധ്യങ്ങൾ വിട്ടൊന്നിനും കൽപ്പന തയ്യാറായിരുന്നില്ല. ചിരി വേഷങ്ങളിൽ മാത്രമായിരുന്നില്ല, കൈവന്ന എല്ലാ കഥാപാത്രങ്ങളിലും ഉശിരൻ പ്രകടനങ്ങളോടെ തൻ്റെതായ ഒരു കയ്യൊപ്പ് ചാർത്തിയ നടി. ജീവിതത്തിൽ തന്നിലേക്ക് വന്നു ചേർന്നതെല്ലാം ഒരു ബോണസായി മാത്രം കണ്ട താരം. 1977 പി സുബ്രഹ്മണ്യൻ സംവിധാനം ചെയ്ത വിടരുന്ന മുട്ടുകൾ എന്ന ചിത്രത്തിലൂടെ ബാലതാരമായി അരങ്ങേറ്റം. 82 ശിവൻ ഒരുക്കിയ യാഗം എന്ന ചിത്രത്തിലൂടെ നായികയായി. 84 KG ജോർജ് ഒരുക്കിയ പഞ്ചവടി പാലത്തിലൂടെ ഹാസ്യവേഷങ്ങളാണ് തൻ്റെ തട്ടകമെന്ന് തിരിച്ചറിവ്. പിന്നീട് പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ, ഡോക്ടർ പശുപതി, പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട്, കൗതുക വാർത്ത, കാവടിയാട്ടം, ബാംഗ്ലൂർ ഡേയ്സ്, കേരള കഫേ, ദി ഡോൾഫിൻസ്, ചാർലി, അങ്ങനെ എണ്ണം പറഞ്ഞ വേഷങ്ങളിൽ കൽപ്പന തിളങ്ങി. 85 ചിന്നവീട് എന്ന ചിത്രത്തിൽ നായികയായി തന്നെ തമിഴിലും അരങ്ങേറ്റം. മലയാളത്തിലും തെലുങ്കിലും തമിഴിലും കന്നഡയിലുമായി 300ഓളം സിനിമകൾ. തനിച്ചല്ല ഞാൻ എന്ന സിനിമയിലൂടെ മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം. 2011 മുതലുള്ള 5 വർഷങ്ങളിൽ ലഭിച്ച വേഷങ്ങളിൽ ചിരി മാറ്റിവെച്ച് കാണുന്നവരുടെ ഉള്ളിൽ ഒരു നീറ്റലായി മാറിയ ഒരു പിടി വേഷങ്ങൾ. അക്കൂട്ടത്തിൽ 2 സിനിമയിൽ മാത്രമെത്തി ഉള്ളിലൊച്ചൊരു കഥാപാത്രമായി ചാർലിയിലെ ക്വീൻ മേരി. കടലിൻ്റെ ആഴങ്ങളിലേക്ക് ഒന്നും മിണ്ടാതെ മേരി മറിഞ്ഞുപോയ പോലെ അറമ്പറ്റിയ കണക്കെ കൽപ്പനയും പോയി. സിനിമയിലും ജീവിതത്തിലും പ്രിയപ്പെട്ടവരെ ഒരുപാട് ചിരിപ്പിച്ച ശേഷം ഒടുവിൽ കരയിപ്പിച്ച് മടക്കം. ചെയ്തുവെച്ച വേഷങ്ങളിലൂടെ കാലം മായ്ക്കാത്തൊരു കൽപ്പന പോലെ ആ ഓർമ്മകൾ നമുക്കൊപ്പം തുടരുന്നു. Glam Hair 2026, sponsored by Lakme Academy in Kochi. The biggest hair fashion show in India, happening at Kochi on April 25th, 2026. Register now for more details. Contact. Organized by Media 7 Events.